മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മകയിരം 3-4 പാദങ്ങൾ, തിരുവാതിര, പുണർതം 1-2-3 പാദങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാരുടെ മാർച്ച് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ആദ്യമായി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് വിവരിക്കുന്നത്. ഈ മാസം കരിയറിൽ സ്ഥിതികൾ സാമാന്യമായിരിക്കും. മാസത്തിൻ്റെ 2ാം പകുതിയിൽ 10ാം ഭാവത്തിൽ സൂര്യൻ പ്രവേശിക്കുമ്പോൾ അവിടെ ഗ്രഹണദോഷം ഉണ്ടാകുന്നതായിരിക്കും. അതുകൂടാതെ മാർച്ച് 29-ാം തീയതി 10-ൽ സൂര്യഗ്രഹണവും ഉണ്ടാകുന്നതാണ്. ഈ സമയത്ത് ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതല്ലായിരിക്കും. അതുപോലെ എത്ര നന്നായി പെർഫോം ചെയ്താലും അതനുസരിച്ചുള്ള അപ്രീസിയേഷൻ ലഭിക്കുന്നതുമല്ലായിരിക്കും. എങ്കിലും മാസത്തിൻ്റെ ആദ്യ പകുതി നിങ്ങൾക്ക് കുറച്ചൊക്കെ അനുകൂലമായിരിക്കും. ബുധനും ശുക്രനും ഇവിടെ ബലവാനായി നിൽക്കുന്നതിനാൽ അതിൻ്റേതായ ശുഭഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. കരിയറിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെങ്കിലും ഈ മാസം ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. കാരണം 9ാം ഭാവത്തിൽ ശനി സ്ട്രോങ് പൊസിഷനിൽ ആണ് നിൽക്കുന്നത്. അതിനാൽ വിഘ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുന്നതായിരിക്കും. ദൂരയാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങളും മറ്റും മാറിക്കിട്ടുന്നതായിരിക്കും. പിതാവിൻ്റെ എല്ലാ സഹകരണങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ സമയത്ത് ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതുമായിരിക്കും. മാർച്ച് 29-ാം തീയതി ശനി 9ാം ഭാവമായ കുംഭത്തിൽ നിന്നും 10ാം ഭാവമായ മീനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. അതോടെ നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലാകുന്നതുമായിരിക്കും. 2027 ജൂൺ 2-ാം തീയതി കണ്ടകശനി അവസാനിക്കുന്നതുമായിരിക്കും. ഇതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ഞാൻ പിന്നീട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ രാശിയാധിപൻ ബുധൻ സുഖസ്ഥാനമായ 4ാം ഭാവത്തിൻ്റെയും അധിപനാണ്. ഇപ്പോൾ നിൽക്കുന്നത് 10ാം ഭാവമായ മീനം രാശിയിലാണ്. ഇത് ബുധൻ്റെ നീചസ്ഥാനമാണ്. പക്ഷേ ഇവിടെ ശുക്രൻ നിൽക്കുന്നുണ്ട്. മീനം രാശി ശുക്രൻ്റെ ഉച്ചസ്ഥാനമാണ്. അതിനാൽ ബുധൻ ഇവിടെ നീചഭംഗം ഉണ്ടാകുന്നതും നീചഭംഗ രാജയോഗം നിർമ്മിതമാകുന്നതുമായിരിക്കും. ഈ സമയത്ത് ഭൂമി, ഭവനം, പ്രോപ്പർട്ടികൾ എന്നിവയിൽ നിന്നും ഇൻകം വർദ്ധിക്കുന്നതായിരിക്കും. വീട്ടിലേക്ക് ആർഭാട വസ്തുക്കളും മറ്റും വാങ്ങുന്നതായിരിക്കും. സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതാണ്. മിഥുനം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം കുറച്ച് ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടുവാൻ സാധ്യതകളുണ്ട്. ജീവിത പങ്കാളിയിൽ അല്പം അഗ്രസീവ്നെസ് കാണുവാൻ സാധിക്കുന്നതായിരിക്കും. അതിനാൽ സംസാരത്തിലും പെരുമാറ്റത്തിലും കുറച്ച് സൗമ്യത പാലിക്കുന്നത് നല്ലതായിരിക്കും. വ്യാപാരി വ്യവസായികൾക്ക് വരുമാനം വർദ്ധിക്കുമെങ്കിലും യാത്രകളിലും മറ്റും കൂടുതൽ ചിലവുകൾ ഉണ്ടാകുന്നതായിരിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം വളരെ ശുഭകരമായിരിക്കും. 5ാം ഭാവാധിപൻ ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നത് പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സഹായിക്കുന്നതായിരിക്കും. സന്താനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും. ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1ാം ഭാവാധിപൻ ബുധൻ ബലവാനായിട്ടാണ് നിൽക്കുന്നത്. എങ്കിലും രോഗസ്ഥാനമായ 6ാം ഭാവാധിപൻ ചൊവ്വ 1-ൽ നിൽക്കുന്നതിനാൽ ഇടയ്ക്കിടയ്ക്ക് ആരോഗ്യത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. ഇതാണ് മിഥുനം രാശിക്കാരുടെ മാർച്ച് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.